നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായം ചോദിച്ച വൃദ്ധയെ അപമാനിച്ച് സുരേഷ് ഗോപി. ആറു വയസ്സുകാരിയെ ലൈംഗിക പീഡനം നടത്തിയ 43 വയസ്സുകാരന് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും. തൃശൂർ സംസ്ഥാന പാതയിൽ എറവ് ആറാങ്കല്ലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മണ്ഡലത്തിലെ 25 കേന്ദ്രങ്ങളിൽ മധുര വിതരണം നടത്തി. വിവിധ ക്ഷേത്രങ്ങളിൽ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സൗഖ്യത്തിനായി വഴിപാടുകൾ നടത്തപ്പെട്ടു. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന മധുര വിതരണം സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ഭാരവാഹികളായ രശ്മി ഷിജോ, KV അരുണഗിരി, NS ഉണ്ണിമോൻ, ഗോകുൽ കരിപ്പള്ളി എന്നിവർ സംസാരിച്ചു. P കൃഷ്ണനുണ്ണി, അംബിക ടീച്ചർ, ജ്യോതിദാസ്, KS സുധീർ, സിദ്ധൻ ആലപ്പുഴ, സോമദത്തൻ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളാണ് ഇന്ന്. ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മധുര വിതരണമാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ദീർഘായുസ്സും നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ ആൾക്കാരുകൾക്ക് ഇന്ന് മധുര വിതരണം ചെയ്യുകയാണ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായം ചോദിച്ച വൃദ്ധയെ അപമാനിച്ച് സുരേഷ് ഗോപി. ചേച്ചി അധികം വർത്തമാനം പറയേണ്ട, ED പിടിച്ച പണം മുഖ്യമന്ത്രിയോട് സ്വീകരിക്കാൻ പറയാനും സുരേഷ് ഗോപി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ തനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പത്രക്കാരോട് ചോദിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം. മുഖ്യമന്ത്രിയെ കാണാനായില്ലെങ്കിൽ തന്റെ നെഞ്ചത്തേക്ക് കയറിക്കോളാനും നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത്, അവരോട് ചോദിക്കൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ നടന്ന കലുങ്ക് സംവാദ പരിപാടിയിലാണ് സംഭവം അരങ്ങേറിയത്. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ED പിടിച്ചെടുത്ത കാശ് ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ 3 പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയില്ല. ഇത് ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ ബന്ധത്തോട് കയറിക്കും. ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടി തന്നു കഴിഞ്ഞു.
ഇതേ പറ്റൂ. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറഞ്ഞു, എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറഞ്ഞു. 6 വയസ്സുകാരിയെ ലൈംഗിക പീഡനം നടത്തിയ 43 വയസ്സുകാരന് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും വിധി. കേസിലെ പ്രതിയായ 43 വയസ്സുള്ള ഷെഫീഖിനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് എസ് ലിഷ ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ശിക്ഷ വിധിച്ചത്. വടക്കേക്കാട് സ്റ്റേഷനിലെ GSCPO മിനിത എടുത്ത മൊഴിപ്രകാരം ഇൻസ്പെക്ടർ ആയിരുന്ന അമൃത രംഗൻ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടത്തി പ്രതിക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് KN അശ്വതിയും ഹാജരായി. തൃശൂർ സംസ്ഥാന പാതയിൽ എറവ് ആറാങ്കല്ലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. എടമുട്ട കഴിമ്പ്രം സ്വദേശി അറക്കൽ വീട്ടിൽ 27 വയസ്സുള്ള അബൂതായിറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. കാറും സ്കൂട്ടറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സാരമായി പരിക്കേറ്റ യുവാവിനെ ഒളരിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ അതിക്രമിച്ച ആൾ പിടിയിൽ. ചേർപ്പിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ സീറ്റിന്റെ സൈഡിലൂടെ കൈയിട്ട് ദേഹത്ത് സ്പർശിച്ച സംഭവത്തിൽ ആളൂർ സ്വദേശി പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൈജു മാള, ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളായി 2 കവർച്ച കേസുകളിലും ഒരു അടിപിടി കേസിലും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാരായണമംഗലത്ത് വെച്ച് ബസ് ഇടിച്ച് കാൽനടയാത്രക്കാരനെ മരണപ്പെടാൻ ഇടയായ കേസിലും അടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഓൺലൈനായി ലോൺ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 55,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിനിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ചെന്നൈയിലുള്ള ഈസ് ഗ്ലോബൽ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈൻ ലോൺ നൽകാമെന്ന വ്യാജ പരസ്യം അയച്ചു കൊടുത്ത് ആയത് വിശ്വസിപ്പിച്ച് 50,000 രൂപ ലോൺ എടുക്കാൻ താല്പര്യപ്പെട്ട പരാതിക്കാരിക്ക് ലോൺ കൊടുക്കാമെന്ന് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയച്ചു കൊടുത്ത് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയുടെ ആധാറും ഫോട്ടോയും കൈക്കലാക്കിയ ശേഷം ലോൺ അപ്രൂവ് ആയി എന്ന് വിശ്വസിപ്പിച്ച് ലോൺ ഗ്യാരണ്ടി തുക എന്ന പേരിൽ പരാതിക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല തവണകളിലായി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 55,000 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് വാങ്ങിയ ശേഷം ലോൺ ശരിയാക്കി കൊടുക്കുകയോ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ മലപ്പുറം ജില്ല വേങ്ങര കണ്ണാട്ടിപ്പടി സ്വദേശി 24 വയസ്സുള്ള അക്ഷയിനെയാണ് മലപ്പുറത്ത് നിന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 20,000 രൂപ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക ATM വഴി പിൻവലിച്ചതിനാലാണ് അക്ഷയിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഗുരുവായൂർ അമ്പലത്തിൽ പുതിയ മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരിയാണ് ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. പാലക്കാട് സ്വദേശിനിയാണ്. നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി. മുൻപ് മികച്ച സേനയായിരുന്നു. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രൗഡ് കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള കൂട്ടുനടത്തത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഒരിക്കലുമല്ല, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് സനീഷ് കുമാർ MLA-യും അതോടൊപ്പം തന്നെ അഷ്റഫ് MLA-യും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലിരിക്കെയാണ് വിയോഗം. ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവാണ്. മാനന്തവാടി രൂപതയുടെ ആദ്യ ബിഷപ്പും താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ ബിഷപ്പുമാണ്. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണി മുഹീദ്ദീൻ മുസ്ലിയാരുടെ 100ാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. രാവിലെ നടന്ന മൗലിദ് പാരായണത്തിനും മധ് പാട്ടിനും അഹമ്മദ് കുട്ടി, അൽ ഗാസിമി, ഹാഹിൽ, ജുനൈദ് ഫൈസി, ഹനീഫ് ഫൈസി, റാഹി മുയീനി എന്നിവർ നേതൃത്വം നൽകി. PSK മൊയ്തു, ബാഗവി, മാടവന നസിഹത്തും പ്രഭാഷണവും നിർവഹിച്ചു. ഖത്തം ദുആക്കി
സഹിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ആണ്ട് നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ അലി മുഹമ്മദ് പൊന്നാത്ത്, സെയ്ദ് മുഹമ്മദ് കൂർമത്ത്, മുസ്തഫ മദലകത്ത് വീട്ടിൽ, നൂർദീൻ മദലകത്ത് വീട്ടിൽ, കെ അബ്ദുൾ ഷുക്കൂർ, വി യു ഷമീർ, സദക്കത്തുള്ള, ഉണ്ണീൻ മുഹിയുദ്ദീൻ ഹാജി, KS ശിഹാബ് എന്നിവർ നേതൃത്വം നൽകി. ഉണ്ണിയുൽ ബക്കരി എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്നെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് വിശേഷിച്ചും അറിയാം. എൻ്റെ ശബ്ദം ഇപ്പോൾ ഇവിടെ കേൾക്കുന്നില്ലെങ്കിലും പിന്നീടെങ്കിലും ഓൺലൈനിലോ മറ്റോ ഒക്കെ പുതുതലമുറ കേൾക്കുമ്പോൾ അവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. തിരൂരങ്ങാടി പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒട്ടനവധി മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരിൽ ഒരാളാണ് അറബി തങ്ങൾ എന്നറിയപ്പെടുന്ന യമനിൽ നിന്ന് വന്നിട്ടുള്ള തങ്ങൾ. അവരുടെ പരമ്പരയിലാണ് പിന്നെ മഹാനായ ഉണ്ണി മുഹിയുദ്ദീൻ എന്ന ഒന്നാമത്തെ ഉപ്പുപ്പ വരുന്നത്. അവരുടെ മകനാണ് അബൂബക്കർ എന്ന് പറയുന്നത്. അവരുടെ മകനാണ് നമ്മളിവിടെ കിടക്കുന്ന മഹാനായ ഷെയ്ഖ് ഉണ്ണി മുഹിയുദ്ദീൻ ബക്കരി. മഹാനായ മമ്പുറം തങ്ങളുടെ വലിയ കൂട്ടുകാരും സതീർത്ഥനുമായിരുന്നു ഉണ്ണി മുഹിയുദ്ദീൻ തങ്ങൾ. അവർ ഇവിടെ കിടക്കുന്നവരുടെ വല്യപ്പ ഉപ്പാടൊപ്പ. അങ്ങനെ ഈ അബൂബക്കർ എന്ന് പറയുന്ന മകൻ ജനിച്ചപ്പോൾ, ഇവിടെ കിടക്കുന്ന ഇവരുടെ ഉപ്പയായ അബൂബക്കർ എന്നവർ ജനിച്ചപ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി. തൃപ്രയാറിൽ KPSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തണമെന്നും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KPSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി വലപ്പാട് AO ഓഫീസിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി. കോൺഗ്രസ് തൃശൂർ DCC സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. റൈജു പോൾ, ശ്രീജ മൗസമി, ഷീബ PC, സിന്ധു VG, സംഗീത K, ഷെബോൺ ജെ താടിക്കാരൻ, അജിത് പ്രേം എന്നിവർ പ്രസംഗിച്ചു. DA കുടിശ്ശിക അത് കൊടുത്തു തീർക്കാനുള്ളത് അടിയന്തരമായി കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം. നമുക്കറിയാം, അധ്യാപകർ സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള ആളുകളാണ്. ശ്രേഷ്ഠമായ ജോലിയാണ് അധ്യാപക വൃത്തി. സമൂഹ സൃഷ്ടിക്ക് വലിയ സംഭാവന ചെയ്യുന്നവരാണ് അധ്യാപകർ. അധ്യാപകരായിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ജീവിതാന്ത്യം വരെ സമൂഹത്തിൻ്റെ വലിയ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകർ. അവരെ സംസ്ഥാന സർക്കാർ സമരമുഖത്തേക്ക് വലിച്ചിറക്കുന്നത്, തെരുവിൽ സമരം ചെയ്യാൻ പ്രേരണ നൽകുന്നത് ഒരു സർക്കാരിനും ഭൂഷണമായ കാര്യമല്ല. വാടാനപ്പള്ളി ബീച്ച് സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം നടപ്പിലാക്കണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് STPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 200 മീറ്റർ അധികം തീരദേശ ഭൂമി കടലെടുക്കുകയും 100-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഈ സ്ഥിതി തുടർന്നാൽ തീരദേശ വാർഡുകളിലെ പകുതിയോളം സ്ഥലങ്ങൾ കടലെടുത്തു പോകുമെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന കടൽഭിത്തി നിർമ്മാണം ശാശ്വതമായ പരിഹാരം അല്ലെന്നും കടലേറ്റം തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ നടപടികളാണ് വേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയത്ത്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സനോബർ PA, ട്രഷറർ ഷെറീന ഷഹീർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫൈസൽ പുതിയ വീട്ടിൽ, കമ്മിറ്റി അംഗം ഹസീന ഷഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CSM കുരുന്നുകൾ മാറ്റുരയ്ക്കുന്ന ടാലൻസ് ഡേക്ക് അരങ്ങുണർന്നു. CSM കിൻഡർ ഗാർഡനിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കി ടാലന്റ് ഡേ ആഘോഷിച്ചു. കുട്ടികൾ വിവിധ കഴിവുകളും കലാപ്രകടനങ്ങളും കാഴ്ചവെക്കുന്ന ടാലന്റ് ഡേയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു നിർവഹിച്ചു. സെക്രട്ടറി CM നൌഷാദ്,
മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്ക് ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ്, ഇംഗ്ലീഷ് മലയാളം ആക്ഷൻ സോങ്, ഇംഗ്ലീഷ് മലയാളം ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സിക്സ് ആൻഡ് പസിൽസ്, ഷോ ആൻഡ് ടെൽ, പെൻസിൽ ഡ്രോയിങ്, ക്ലേ മോഡലിംഗ് എന്നീ ഇനങ്ങളിൽ 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളിൽ 130ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. KG ഇൻചാർജ് സൈറ ബാനു പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ഇതുകൊണ്ട് അവരുടെ ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ ഇന്റലിജൻസ് ഇതെല്ലാം വർദ്ധിപ്പിക്കാനുള്ള, വികസിപ്പിക്കാനുള്ള ഒരു അവസരമാണ് യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അതിന് അവരൊരുക്കിയിട്ടുള്ള ഓരോ രക്ഷിതാക്കൾക്കും അതുപോലെ ഓരോ ടീച്ചേഴ്സിനെയും ഞാൻ അനുമോദിക്കുകയാണ്. 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ കുട്ടികൾ നടത്തുന്നത്. ഇന്ന് മുഖ്യമായിട്ടും LKG കുട്ടികളും നാളെ UKG കുട്ടികളുടെയാണ് യൂത്ത് ഫെസ്റ്റിവലിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചാഴൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹനൻ നിർവഹിച്ചു. ചേലുള്ള ചാഴൂറാക്കാൻ എന്റെ വോട്ട് കോൺഗ്രസിന് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പ്രകാശനം ചെയ്തു. ഉമ്മൻചാണ്ടി കാരുണ്യക്ഷേമ പെൻഷൻ പദ്ധതിയുടെ 6ാമത് മാസത്തെ വിതരണത്തിന്റെ ആദ്യ തുക മുൻ ബൂത്ത് പ്രസിഡന്റ് തായാട്ട് കൊച്ചുവേലായുധന് ചടങ്ങിൽ കൈമാറി. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലു മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ KK അശോകൻ, ജോൺ ജേക്കബ്, ഉണ്ണികൃഷ്ണൻ ഏങ്ങൂർ എന്നിവർ സംസാരിച്ചു. എടുത്ത പണമാണ്. പഞ്ചായത്തുകൾക്ക് എന്താണ് പ്രത്യേക സൗകര്യം? അവരെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ ഗവൺമെന്റിനെ പുകഴ്ത്താനുള്ള അനുവാദം കിട്ടിയിരിക്കും. ഈ ഗവൺമെന്റിനെ പുകഴ്ത്താൻ മാത്രമല്ല, വേണ്ടി വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾക്ക് കൈകൊട്ടിക്കളിയോ തിരുവാതിരക്കളിയോ നടത്തി പിണറായി വിജയനെ പുകഴ്ത്താനുള്ള സൗകര്യവും ഉണ്ടാക്കി കൊടുക്കും. ഈ പരാതി വാങ്ങലല്ല എന്റെ പണിയെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആ MP പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിന്റെ ഭാഗമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഗിരീഷ് പൂരാടൻ തന്റെ 57ാമത്തെ ഓണറേറിയം തൈക്കാട്ടുശ്ശേരി വിവേകാനന്ദ സേവാ സദനത്തിന് നൽകി. രക്ഷാധികാരി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതിക്ക് ഓണറേറിയം കൈമാറി. കഴിഞ്ഞ 56 മാസത്തെ ഓണറേറിയവും കിടപ്പ് രോഗികൾക്കും സന്നദ്ധ സംഘടനകൾക്കും കൈമാറി മാതൃകയായിരിക്കുകയാണ് ബഗീഷ് പൂരാടൻ. ഓണറേറിയം കൈമാറൽ ചടങ്ങിൽ OBC മോർച്ച സംസ്ഥാനതല സേവാ പ്രവർത്തനങ്ങളുടെ ജില്ലാതല പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ BJP എറണാകുളം മേഖല ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, OBC മോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ, ബിജോയ് പുളിയമ്പാറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക ആരാധ്യനായിട്ടുള്ള ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് OBC മോർച്ച സംസ്ഥാനം ആഹ്വാനം ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ തുടക്കമായി നമ്മൾ തൈക്കാട്ടുശ്ശേരി വിവേകാനന്ദ ബാലികാ സദനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് OBC മോർച്ച കേരള സംസ്ഥാനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പ്രധാനമന്ത്രിയുടെ ദീർഘായുസ്സിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ബ്ലോക്ക് മെമ്പറായി 5 വർഷം തികയുന്ന കാലഘട്ടമാണ്. ഈ ബ്ലോക്ക് മെമ്പറായ കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് പ്രതിമാസം കിട്ടുന്ന ഹോണറേറിയം പൂർണ്ണമായിട്ടും ഓരോ മാസവും സാമൂഹ്യ സേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടമുട്ടം കഴിമ്പ്രം സ്വദേശി അന്തരിച്ചു. നെടിയിരിപ്പിൽ അനിൽകുമാറാണ് അന്തരിച്ചത്. ഇയാളും ഭാര്യ സത്യയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ലോറി ഇടിക്കുകയായിരുന്നു. ഭാര്യ സത്യ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചത്. 46 വയസ്സായിരുന്നു. കഴിമ്പ്രം GFLP സ്കൂളിന് സമീപം താമസിക്കുന്ന നെടിയിരിപ്പിൽ തിലകന്റെയും നളിനിയുടെയും മകനാണ്. ഇയാൾക്ക് 22 വയസ്സുള്ള കൃഷ്ണപ്രിയ എന്ന മകളുണ്ട്. സംസ്കാരം നടന്നു. NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൃഷിയാണ് ലഹരി എന്ന പേരിൽ NES ക്യാമ്പസിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് NES പ്രിൻസിപ്പാളും ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തി. കോളേജിന്റെ NSS യൂണിറ്റിന്റെയും നാച്ചുറൽ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടന്നത്. ചടങ്ങിൽ NSS കോർഡിനേറ്റർ രൂപ,
MV, നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർമാരായ ലിജീന ജെയിൻ, അങ്കിത TS എന്നിവരും അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ MV, സുഷമ PA, ഹന്ന അമൽ ആന്റണി, ദീപ MV എന്നിവരും പങ്കെടുത്തു. കൃഷിയാണ് ലഹരി എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് NES ക്യാമ്പസിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി വെച്ചിരുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും, ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. കൃഷിയാണ് ലഹരി എന്നൊരു വലിയ പാഠം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വീടുകളിലും ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല, പച്ചക്കറി ആയാലും മറ്റു പൂച്ചെടികളായാലും കൃഷി തുടങ്ങി അതൊരു ലഹരിയായി വിദ്യാർത്ഥികൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. PGയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കടവന്ത്ര SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG S ശ്യാംസുന്ദറാണ് രതീഷിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. PG SI ആയിരിക്കെയാണ് രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചത്. വകുപ്പ് തല അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. സംഭവത്തിൽ രതീഷിന് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. മറുപടി ലഭിക്കും വരെ കാത്തിരിക്കേണ്ടതില്ലെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത്. പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. 2023 മെയ്യിലാണ് ഹോട്ടലുടമയായ KP ഔസേപ്പിനും മകനും ജീവനക്കാർക്കും മർദ്ദനമേറ്റത്. ഹോട്ടലിലെ ബിരിയാണിയെ ചൊല്ലി പാലക്കാട് സ്വദേശിയുമായി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഇത്. പരാതി പറയാനെത്തിയ ഹോട്ടൽ മാനേജരെയും ഡ്രൈവറെയും അന്നത്തെ PG സ്റ്റേഷൻ SI ആയിരുന്ന രതീഷ് മുഖത്തടിക്കുകയായിരുന്നു. പിന്നാലെ വിവരമറിഞ്ഞെത്തിയ ഔസേപ്പിനെയും മകനെയും രതീഷ് ഭീഷണിപ്പെടുത്തി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി ഔസേപ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും പോലീസ് നൽകാൻ തയ്യാറായില്ല. വിവരാവകാശ നിയമപ്രകാരം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഔസേപ്പിന് ദൃശ്യങ്ങൾ ലഭ്യമായത്. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ SFI ABVP തർക്കം. കോളേജ് വരാന്തയിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP എന്നെഴുതിയതാണ് തർക്കത്തിനിടയാക്കിയത്. കോളേജ് വരാന്ത വൃത്തിയാക്കുന്നതിന് SFI പ്രവർത്തകർ പെയിന്റ് ചെയ്തിരുന്നു. എന്നാൽ ABVP പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തിലെയും പെട്ട വിദ്യാർത്ഥികളോടും കോളേജിനുള്ളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പേരും എഴുത്തും വേണ്ട എന്ന നിർദ്ദേശവും നൽകി. ഇരുകൂട്ടരും സമ്മതിച്ചു. പോലീസ് പോയതിനു ശേഷം SFI പ്രവർത്തകർ വരാന്ത മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP പ്രവർത്തകർ സംഘടനയുടെ പേരെഴുതി വെച്ചു. ഇതോടെ SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായി. കോളേജ് SFI പ്രവർത്തകർ പെയിന്റ് ചെയ്യേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് ആളെ നിർത്തി ചെയ്യിപ്പിച്ചാൽ മതിയെന്നും ABVP പറഞ്ഞു. വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് നിർദ്ദേശം ലംഘിച്ച് SFI പ്രവർത്തകർ ചുമരിൽ പെയിന്റ് ചെയ്യുകയും ABVPയുടെ പേര് മാച്ചതുമാണ് തർക്കത്തിന് ഇടയാക്കിയെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് VJ ജിബിൻ പറഞ്ഞു. ആളൂർ പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 15 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പിടികൂടാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത്. ആളൂരിലെ ബാർ ഹോട്ടലായ കല്ലടയിൽ നിന്നും 2 മാസം മുമ്പ് കാലാവധി കഴിഞ്ഞ 2 കുപ്പി ഗ്രീൻ ചില്ലി സോസും 7 ലിറ്റർ വിനാഗിരി, നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കാലി ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തു. കൂടാതെ ഫ്രീസറിൽ നിന്ന് പഴകിയ ഇറച്ചി വിഭവങ്ങൾ, മീൻകറി, പായസം എന്നിവയും പിടികൂടി. കുഴിക്കാട്ടുശ്ശേരി 3 സ്റ്റാർ ബേക്കേഴ്സിൽ നിന്നും 4 ദിവസം മുമ്പ് കാലാവധി തീർന്ന 4 പാൽ പാക്കറ്റുകൾ, ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാത്രത്തിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പഴകിയ പാൽ എന്നിവ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവ നശിപ്പിച്ചു. പരിശോധനയിൽ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാത്ത 2 സ്ഥാപനങ്ങൾ, പുകയില വിരുദ്ധ ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനം എന്നിവയ്ക്കെതിരെ പിഴ ഈടാക്കി. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയൽ ഫിൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാഗി, ജിനീഷ്, ആശംസ് എന്നിവരാണ് പരിശോധന നടത്തിയത്. ദേശീയപാത 66 കൊടുങ്ങല്ലൂരിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മാണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ്. നിർമ്മാണം തുടങ്ങും മുമ്പേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു? ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. VP തുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം നേടി.
ഹെൽത്തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചെലവിൽ 3 മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ DCC അംഗം തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാശനാണ് കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തത്. ചെന്താമരാശൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യാ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് ചെന്താമരാശന്റെ വിശദീകരണം. തൃശൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 29ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരമായ ടാസ് നാടകോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. 10 ദിവസങ്ങളിലായി തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന നാടക മത്സരത്തിലെ 10 ദിവസങ്ങളിലായി തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന നാടക മത്സരത്തിൽ കേരളത്തിലെ 10 നാടക സമിതികളുടെ ഏറ്റവും പുതിയ നാടകങ്ങളാണ് അവതരിപ്പിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 6-ന് നടക്കുന്ന നാടക അവതരണത്തിന് മുന്നോടിയായി ഓരോ ദിവസവും നാടക, കല, സാഹിത്യ, സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരെ ആദരിക്കും. സമാപന സമ്മേളനം 30-ന് നടക്കും. പ്രേക്ഷകരുടെ ഗ്യാലപ്പോളിലൂടെ വിജയികളെ തിരഞ്ഞെടുത്ത് അവാർഡുകൾ നൽകും. പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. ടാസ് ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ്, ജോയിന്റ് സെക്രട്ടറി ഷാജു ചിരിയങ്കണ്ടർ, പ്രസിഡന്റ് OJ ജോസ്, ട്രഷറർ ജോസ് കോട്ടപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായം ചോദിച്ച വൃദ്ധയെ അപമാനിച്ച് സുരേഷ് ഗോപി. ആറ് വയസ്സുകാരിയെ ലൈംഗിക പീഡനം നടത്തിയ 43 വയസ്സുകാരന് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും. തൃശൂർ സംസ്ഥാന പാതയിൽ എറവ് ആറാങ്കല്ലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.